അസ്സലാമു അലൈക്കും. ഇസ്ലാമിലെ ഏറ്റവും പരിശുദ്ധവും അനുഗ്രഹീതവുമായ മാസമാണ് റമളാൻ. ഈ മാസം ആത്മശുദ്ധിക്കും പാപമോചനത്തിനും അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതിനാൽ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പ് ആവശ്യമാണ്. നമ്മൾ റമളാനിലേക്ക് സുരക്ഷിതരായി എത്തണം. റമളാനിന്റെ മുന്നേ തന്നെ നമ്മുടെ മനസ്സ്, ചിന്തകൾ, വാക്കുകൾ, അമലുകൾ എല്ലാം നേരെയാക്കി കൊണ്ടുവരണം. അതായത് നമ്മുടെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാനും നമ്മുടെ ലക്ഷ്യം നേരെയാക്കാനും ചീത്ത ചിന്തകൾ, വാക്കുകൾ എല്ലാം മാറ്റിവെച്ച് റമളാനിന് ഒരുങ്ങി നിൽക്കണം. റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത് അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ വേണ്ടിയാണ്. റമളാൻ മാസത്തിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പാപം പൊറുക്കുന്ന മാസമാണ് റമളാൻ. അതുകൊണ്ട് റമളാൻ 1 മുതൽ റമളാൻ അവസാനിക്കുന്ന രാത്രി വരെ എന്നും പകലും രാത്രിയും അള്ളാഹുവിനു വേണ്ടി നമ്മൾ അമലുകൾ ചെയ്യണം. മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. റമളാനിൽ ചെയ്യുന്ന ഖുർആൻ പാരായണം, ദിക്റുകൾ, ഖുർആൻ ക്ലാസുകൾ, കുടുംബ സന്ദർശനം, നോമ്പ് തുറപ്പിക്കൽ തുടങ്ങിയ എല്ലാത്തിനും ധാരാളം പ്രതിഫലങ്ങളുണ്ട്. റമളാനിന് മുമ്പ് തന്നെ നമ്മൾ പ്രധാനമായും കുറച്ച് മുന്നൊരുക്കങ്ങൾ ചെയ്യണം. നോമ്പും ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഹൃദയത്തിൽ ഉറച്ച തീരുമാനം എടുക്കണം. മുമ്പ് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് സത്യസന്ധമായി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. ശുദ്ധമായ ഹൃദയത്തോടെ റമളാനിനെ വരവേൽക്കുകയും ചെയ്യുക. ഖുർആൻ പാരായണ ശീലം തുടങ്ങുക. ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. ആയതിനാൽ ദിവസവും ഖുർആൻ ഓതാൻ ശീലമാക്കുക. നോമ്പിന് ശരീരം തയ്യാറാക്കുക. നിസ്കാരത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുക. 5 നേരം നിസ്കാരം സമയത്ത് നിർവഹിക്കുക. സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയവ വർദ്ധിപ്പിക്കുക. ദുആയും ദിക്റുകളും വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ പതിവാക്കുക. സക്കാത്ത് കൊടുക്കാൻ കുറച്ച് പൈസ മാറ്റിവെക്കുക. ആവശ്യക്കാരെ സഹായിക്കുകയും ചെയ്യുക. മൊബൈൽ, സോഷ്യൽ മീഡിയ എന്നിവ കുറച്ച് ഇബാദത്തിന് സമയം മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. റമളാനിന്റെ മഹത്വം വീട്ടിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് കുട്ടികളോട് ഇബാദത്ത് ചെയ്യാൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ എത്തുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ ഇബാദത്തുകളിൽ ഏർപ്പെട്ടിരുന്നു. നമുക്കും നബിയുടെ മാതൃക പിന്തുടരാം. റമളാൻ മാസം നമ്മുടെ ജീവിതം മാറ്റാനുള്ള ഒരു വലിയ അവസരമാണ്. അതിനാൽ അത് വരുമ്പോൾ മാത്രം ഇബാദത്ത് തുടങ്ങാതെ മുൻകൂട്ടി തന്നെ നമ്മൾ തയ്യാറാകണം. നിയ്യത്ത് ശുദ്ധമാക്കി തൗബ ചെയ്ത് ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച് നിസ്കാരവും ദുആയും കൂടുതൽ ആക്കിയാൽ റമളാൻ നമുക്ക് ഏറ്റവും ഫലപ്രദമാകും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാതൃക പോലെ റമളാനെ സ്വാഗതം ചെയ്ത് ഓരോ നിമിഷവും ഇബാദത്തിൽ ഉപയോഗിച്ചാൽ ഈ മാസം നമ്മുടെ പാപമോചനത്തിനും ജന്നത്തിലേക്കുമുള്ള വഴിയാകും. റമളാൻ വെറും വിശപ്പും ദാഹവും സഹിക്കുന്ന മാസം മാത്രമല്ല, ഇത് ഈമാൻ ശക്തമാക്കാനും സ്വഭാവം തിരുത്താനും അള്ളാഹുവിനോട് അടുക്കാനുമുള്ള ഒരു സുവർണാവസരമാണ്. അതിനാൽ ഓരോ നിമിഷവും ഇബാദത്തിൽ ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമ്മെ എല്ലാവരെയും റമളാനെ ശരിയായ രീതിയിൽ സ്വീകരിക്കാനും പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.